പൗതി വിലക്ക് ഇന്നോള് എല്ലാം കൊടുക്കാനുള്ള നല്ല വണ്ടികളാണ്. ഒക്കെ കറക്റ്റ് സർവീസും കാര്യങ്ങളും ഒക്കെ ഉള്ള കറക്റ്റ് വണ്ടികളാണ്. ഗ്യാരണ്ടി വണ്ടികളല്ലേ? നല്ല വണ്ടികൾ. എങ്ങനെ ഈ ഇന്നോവ ഒക്കെ നമ്പറായ വണ്ടികളാണ്. ഇത് 2014 മോഡൽ ഇന്നോവയാണ്. ഇത് G4 ഓപ്ഷൻ വരുന്നതാണ്. ഇത് നമുക്ക് 7,40,000 റുപ്യ കൊടുക്കാം. മാർക്കറ്റ് അന്വേഷിച്ചോട്ടോ. 14 മോഡൽ വണ്ടിയാണ്. 2012 മോഡൽ ബി ആണിത്. ഇത് നമുക്കൊരു 7,60,000 റുപ്യക്ക് ഫൈനലായിട്ട് കൊടുക്കാം. മാക്സിമം ലോണും കയറും. ഇത് നമുക്ക് 2013 മോഡൽ ഇന്നോവയാണ്. ഇത് ബി ആണ്. ഇത് നമുക്ക് 8,000 റുപ്യക്ക് ഫൈനലായിട്ട് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഇത് 2013 മോഡൽ ബി വണ്ടിയാണ്. ഇതും 8,000 രൂപ കൊടുക്കാം. ബി ഓപ്ഷൻ ആണ്. ഇത് മാക്സിമം ലോൺ. ഇതൊക്കെ നമ്പറായ വണ്ടി കേട്ടോ. ഇത് ഒറിജിനൽ കേരള 2009 പുതിയ പേപ്പറത്തെ വണ്ടിയാണ്. ഇത് 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ആദ്യമേ ലോൺ നമുക്ക് സെറ്റ് ഫിനാൻസ് ഒക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീരാമ ചില ബാങ്കുകൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് 2009-10 രജിസ്റ്ററുള്ള വണ്ടിയാണ്. കേരള നമ്പർ ഇത് NOC ഇവിടേക്ക് അയക്കണം. കേരള നമ്പർ ആക്കിയാണ്ട് 5 രൂപ ചോദിക്കണ്ടേ. നമുക്കൊരു 4,350 കൊടുക്കാം. ഈ NOC-ലാണെങ്കിൽ ആ പൈസ കമ്മിയായിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം കഴിഞ്ഞോടത്തോളം ലോൺ ചെയ്യിച്ചു. ഇത് 2013 മോഡൽ ബി വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിന്റെ ക്വാളിറ്റിയുള്ള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള വണ്ടി എങ്ങനെ ഉപയോഗിക്കണം അതേമാതിരി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 8.5 ലക്ഷം രൂപ ഫൈനൽ നമ്മളെ കയ്യിൽ കിട്ടിയാൽ കൊടുക്കാം. അത് കേരള വണ്ടി എങ്ങനെ ഉപയോഗിക്കണം ടയോട്ടില് സർവീസ് പോകുന്ന വണ്ടിയാണ്. ഇത് 2010 മോഡൽ ഇന്നോവയാണ്. ഇത് 5,30,000 റുപ്യ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം.